മഞ്ജു ശബരിമലയിൽ ആദ്യം ഒരു പ്രാവശ്യം കയറി. സ്ത്രീകളെ കയറ്റണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയോ മഞ്ജുവിനെ കയറ്റി. അത് കഴിഞ്ഞ് മഞ്ജു തടയപ്പെട്ടു, വീണ്ടും കൈ അടിച്ചു, മുടി നരപ്പിച്ചു, വീണ്ടും അവിടെ കയറി. സന്നിധാനത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. പക്ഷേ നിർഭാഗ്യകരമെന്നും വളരെ സങ്കടകരമെന്നും പറഞ്ഞിട്ട് ഒരു 2-3 വർഷത്തിനകത്ത് മഞ്ജു ഗുരുതരമായ ഒരു അപകടം സംഭവിച്ചു. അത് അയ്യപ്പന്റെ ശാപമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല വിശ്വാസം കളങ്കപ്പെടുത്താൻ ചൂട്ടും കത്തിച്ച് മുന്നിൽ നിന്നവരൊക്കെ നരകിക്കും. അതിന് കാലം സാക്ഷി, ചരിത്രം സാക്ഷി. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭരണകൂടത്തിനും പാർട്ടിക്കും ഉറക്കം നഷ്ടപ്പെട്ട് സമനില തെറ്റി ഓടുന്ന കാഴ്ച കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം വിശ്വാസികൾ പറയുന്ന ചില വസ്തുതകളുണ്ട്. അയ്യപ്പൻ സത്യമുള്ള ദൈവമാണ്. ശബരിമലയിൽ കൈവച്ചവരെ ഒക്കെ കാത്തിരിക്കുന്നത് ഇരുണ്ട നാളുകളാണെന്ന്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തൽ നടത്തി കേരള ദളിത് ഫെഡറേഷൻ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന ചാല മോഹനൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ശബരിമല സന്നിധാനത്ത് കയറാൻ പോയ രഹന ഫാത്തിമ, ബിന്ദു അമ്മിണി, കനകദുർഗ എന്നിവരുടെ പേരുകൾ മാത്രമേ വാർത്തകളിൽ നിറയാറുള്ളൂ. എന്നാൽ അന്ന് മല കയറാൻ പോയ മഞ്ജു എന്നൊരു യുവതി ഉണ്ടായിരുന്നു. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് മാധ്യമങ്ങൾ അന്വേഷിച്ചു നോക്കൂ മോഹനൻ വെട്ടിത്തുറന്ന് പറയുന്നത്. ആചാരം ലംഘിച്ചകത്ത് കയറിയ ഈ 36-കാരി ഇന്ന് മരണത്തോട് മല്ലിട്ട് കിടക്കയിൽ എഴുന്നേൽക്കാനാകാതെ കിടക്കുന്നു. അയ്യപ്പൻ ഒരു വിശ്വാസം തന്നെയാണ്. അത് കളങ്കപ്പെടുത്താൻ നിന്നാൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് മോഹനൻ ഓർമ്മപ്പെടുത്തുന്നു. ശബരിമലയിൽ നടന്ന കൊള്ള വലിയ പൊട്ടിത്തെറിയിൽ നിൽക്കുകയാണ്. കൊള്ള നടത്തിയവർ ജയിലറയ്ക്കുള്ളിൽ ഭ്രാന്തിളകി കിടക്കുന്നു. എല്ലാം അയ്യപ്പൻ കൊടുത്ത ശിക്ഷയാണെന്ന് വിശ്വാസികൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഇതിനിടയിലാണ് അയ്യപ്പനെ തൊട്ടവരൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് മഞ്ജുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ചൂണ്ടിക്കാട്ടി മോഹനൻ പറയുന്നത്. എന്താണ് ഇതിലെ സത്യാവസ്ഥ? എന്താണ് ശരിക്കും മഞ്ജുവിന് സംഭവിച്ചത്? അങ്ങനെ മഞ്ജു എന്നൊരാൾ ഉണ്ടോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നു. ശബരിമല, ഞാൻ ഒരു അയ്യപ്പ ഭക്തനാണ്. എൻ്റെ ഭാര്യ മുസ്ലിമാണ്, പക്ഷെ ഹിന്ദുവായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് 2 മക്കൾ. ഈ കഴിഞ്ഞ ശബരിമലയിൽ ഞങ്ങൾ പോയിരുന്നു. അപ്പോ അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ സങ്കടകരമായ മറ്റൊരു കാര്യമുണ്ട്. ഞാൻ കേരള ദളിത് ഫെഡറേഷന്റെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായി. ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചാത്തന്നൂർ സ്വദേശി SP മഞ്ജു. ഈ മഞ്ജു ആരൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു? മഞ്ജു ശബരിമലയിൽ ആദ്യം ഒരു പ്രാവശ്യം കയറി. സ്ത്രീകളെ കയറ്റണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയോ മഞ്ജുവിനെ കയറ്റി. അത് കഴിഞ്ഞ് മഞ്ജു തടയപ്പെട്ടു, വീണ്ടും കൈ അടിച്ചു, മുടി നരപ്പിച്ചു, വീണ്ടും അവിടെ കയറി. സന്നിധാനത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. പക്ഷേ നിർഭാഗ്യകരമെന്നും വളരെ സങ്കടകരമെന്നും പറഞ്ഞിട്ട് ഒരു 2-3 വർഷത്തിനകത്ത് മഞ്ജു ഗുരുതരമായ ഒരു അപകടം സംഭവിച്ചു. ചാത്തന്നൂർ വീട്ടിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ചാത്തന്നൂർ ബസ് സ്റ്റാൻഡിനടുത്താണ്. ഈ ഇടയ്ക്ക് പത്തനംതിട്ടയിൽ ഒരു പരിപാടിക്ക് വീൽ ചെയറിലാണ് എത്തിപ്പെട്ടത്. അപ്പൊ മഞ്ജുവിനെ അവിടെ എത്തിച്ചത് ആരാണെന്നും എന്താണ് അതിന്റെ പിന്നിലെന്നും എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അത് എത്തിച്ചവർക്ക് അതിനെക്കുറിച്ച് ചരിത്രം അറിയാം. പക്ഷേ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആ ഒരു ദൈവം അല്ലെങ്കിൽ ആ വിശ്വാസം, ആ ഒരു ശക്തിക്ക് കഴിവുള്ളതുകൊണ്ടാണ് ഈ മഞ്ജുവിന് വലിയ അപകടം സംഭവിച്ചത്. ഇനി മഞ്ജുവിന്റെ വിഷയം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതേയില്ല. ആ കൂട്ടത്തിലുള്ളതിന്, അതായത് അതിൽ തന്നെ പ്രേരിപ്പിച്ച് കയറ്റാൻ ഉണ്ടായിരുന്ന സമയത്തിൽ ഇപ്പോ രഹന ഫാത്തിമ, ബിന്ദു അമ്മിണി സംഘം, പിന്നെ കനകദുർഗ, കനകലതയോ, ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ചർച്ചകളിലും ചാനലിലും കൂടുതൽ കാണിക്കുന്നത്. അവരെക്കാൾ അതിശക്തമായി ഈ മുടി തന്നെ നരപ്പിച്ച് വേഷം മാറി കയറിയ ഒരു വ്യക്തിയാണ് ഈ മഞ്ജു. SP മഞ്ജു കേരള ദളിത് ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോഴും. അതിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ അറിവോടെ തന്നെയാണ് മഞ്ജു കയറിയിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാനാണ്. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ. അപ്പോൾ മഞ്ജു അവിടെ കയറി ഇപ്പൊ ഈ അവസ്ഥയിൽ ആരും നോക്കാനില്ലാത്ത ഒരു അവസ്ഥയിലാണ്. വലിയ സഹായങ്ങളൊന്നും ആരും ചെയ്യുന്നില്ല. പക്ഷെ അത് അയ്യപ്പന്റെ ശാപമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. അപ്പോ മറ്റു രഹന ഫാത്തിമയും ബിന്ദു അമ്മിണിയും കനകദുർഗയൊക്കെ പറയുമ്പോൾ മഞ്ജുവിന്റെ വിഷയം, മഞ്ജു അപകടത്തിൽ കിടക്കുകയാണ്ട് എല്ലാവരും വിസ്മരിച്ചു പോയി. ഒന്നുകിൽ വാർത്തയിൽ വലിയ ശ്രദ്ധയായി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ശബരിമല
ശബരിമലയിൽ തള്ളിക്കേറിയ ഈ മഞ്ജുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നെ സംബന്ധിച്ചോളം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് നമ്മൾക്കും വിഷമമുണ്ട്. ഇങ്ങനെ ഒരു അനുഭവം അയ്യപ്പൻ കൊടുത്തോ എന്നുള്ളതാണ്. കൊടുത്തിരിക്കാം, ഇല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായി വരില്ല. അവിടെ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ഈ വേഷം മാറി പ്രച്ഛന്ന വേഷം ധരിച്ചു കയറിയത് SP മഞ്ജുവാണ്. അന്നത്തെ പ്രധാന ചാനലുകളെല്ലാം മഞ്ജുവിന്റെ വിഷ്വൽ കാണിച്ചു. അന്നത്തെ എല്ലാ ചാനലുകളും ഈ SP മഞ്ജുവിന്റെ വിഷ്വൽ കാണിച്ചു. അതിന്റെ വിഷ്വലുകളെല്ലാം പ്രധാന ചാനലുകളുടെ കൈവശം ഇപ്പോഴും ഉണ്ടാണ്. പക്ഷെ എന്തുകൊണ്ടോ മഞ്ജുവിന്റെ വിഷയം കൂടുതൽ ആരും പിന്നീട് സംസാരിച്ചിട്ടില്ല. മഞ്ജു ഇപ്പോഴും കിടപ്പിലാണ്. അത് വളരെ സത്യമാണ്. ഞാനിപ്പോ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടയിൽ നിന്ന് സംസാരിക്കുകയാണ്. ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് മഞ്ജുവിനെ അവിടെ എത്തിച്ചവർ സുഖമായി കഴിഞ്ഞുകൂടുന്നു, സന്തോഷമായി ജീവിക്കുന്നു. പക്ഷെ മഞ്ജു അനുഭവത്തിൽ കിടപ്പിലാണ്. മഞ്ജുവിനെ ചാത്തന്നൂർ വെച്ച് തന്നെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ഗുരുതരമായ അപകടമായിരുന്നു. ആ അപകടത്തെ തുടർന്ന് നട്ടെല്ലും പ്രശ്നം. ഇപ്പോൾ വീൽ ചെയറിലാണ് മഞ്ജു എവിടെയെങ്കിലും സഞ്ചരിക്കുന്നത്. അതാണ് മഞ്ജുവിന്റെ അവസ്ഥ. ഇനി മഞ്ജുവിന് കാര്യമായ സാമ്പത്തികം എവിടെയെങ്കിലും കിട്ടിയോ എന്നറിയില്ല. അങ്ങനെയെങ്കിൽ മഞ്ജുവിന്റെ വീട്ടിലോ മഞ്ജുവിന്റെ ജീവിതത്തിലോ ആ വ്യത്യാസം ഉണ്ടായേനെ. പക്ഷെ അത് ഉള്ളതായി നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ കാണാത്ത കാര്യം അത് പറയാൻ പറ്റില്ല. മഞ്ജുവിന് സാമ്പത്തികം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും മഞ്ജുവിന്റെ സ്വമേധയ സ്വന്തം ഇഷ്ടപ്രകാരം കയറിയതല്ല. മഞ്ജുവിന് അതിന്റെ സംരക്ഷണം കൊടുക്കുകയും മഞ്ജുവിനെ കയറ്റാൻ ആരൊക്കെയോ അവിടെ ശ്രമിച്ചു, അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോ ഈ ശബരിമല എന്ന് പറയുമ്പോൾ ശബരിമല പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ വിശ്വാസവും ക്ഷേത്രവും എപ്പോഴും ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും നിയന്ത്രണത്തിലാണ്. ക്രിസ്ത്യാനികളെ ഇല്ല, മുസ്ലിങ്ങളുടെ ഇല്ല. ഇപ്പൊ ദേവസ്വം ബോർഡുകൾ ദേവസ്വം മന്ത്രിയുടെ കീഴിലാണ്, ഗവൺമെന്റിന്റെ കീഴിലാണ്. അപ്പൊ ദേവസ്വം ക്ഷേത്രങ്ങളിൽ എന്തൊക്കെയുണ്ട്, അത് എത്ര വിലപിടിപ്പുള്ള സാധനങ്ങളാണ്, എത്ര രൂപ കിട്ടും എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് ആ ദേവസ്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ദേവസ്വം പ്രസിഡന്റ്, ദേവസ്വം ചെയർമാൻ, ദേവസ്വം സെക്രട്ടറി ഇവർക്കൊക്കെ അറിവുള്ളതാണ്. പിന്നെ ഈ കൊറോണ കാലത്ത് ഈ പത്തനംതിട്ട ജില്ലയിലൊക്കെ കർശനമായ സർക്കാരിന്റെ നിയന്ത്രണം ഉള്ളത് കൊണ്ട് ആരും ഇത് കൊണ്ടുപോകുന്നതോ എടുത്തുകൊണ്ട് പോകുന്നതോ കാണുകയോ അതിനെ ചെറുത്ത് വെക്കാനോ ആരെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പൊതുപ്രവർത്തനം എന്നുള്ള എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഹിന്ദു ക്ഷേത്രങ്ങളെ ആ പരിപാലനയോടെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാതെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ചു കൊണ്ടുപോയി എന്നുള്ളത് ഇപ്പൊ പൊതുസമൂഹം എല്ലാവർക്കും, ഞാൻ മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അത് ക്രിസ്ത്യാനികളുടെ, മുസ്ലിങ്ങളുടെ, അവരുടെ ആരാധനകളിൽ ഇവർക്ക് കയറാൻ പോലും പറ്റില്ല. അപ്പൊ ഇത് കൊള്ളയടിച്ചുകൊണ്ട് പോയത് ആരാണെന്നുള്ളത് അത് വരും കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ശബരിമല മാത്രമല്ല, ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഇവിടെയും വലിയ രീതിയിൽ നടന്നില്ലെങ്കിലും അത്യാവശ്യം ഇവിടെയും കുറച്ച് മോഷണങ്ങളും കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ ബി നിലവറ ഇന്നും തുറക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോ ബി നിലവറ തുറക്കപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് വസ്തുതയുണ്ട്. മറ്റു എന്തെങ്കിലും വിഷയം അതിനെക്കുറിച്ച് നമുക്കൊരു വിശ്വാസവും ഇല്ല. ബി നിലവറ തുറക്കപ്പെടേണ്ടതാണ്. അപ്പൊ ശബരിമല എന്ന് പറയുമ്പോൾ ശബരിമല ഇപ്പൊ എന്നേക്കാൾ അറിവുള്ള, എന്നേക്കാൾ ആഴത്തിൽ വിശ്വാസികളുണ്ട്. അവർ ശക്തിമായി പ്രതിഷേധിക്കുന്നുണ്ട്. ശബരിമലയിൽ നടന്ന ഈ ഒരു വിഗ്രഹ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി മോഷണത്തിൽ ഒരു ഹിന്ദു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അതിയായ ദുഃഖമുണ്ട്. ഈ വസ്തുതകൾ കൊണ്ടുവരണം. ഇപ്പോൾ തന്നെ ഇതിലൊരു ദേവസ്വം ബോർഡ് മെമ്പർ 2019 പത്മകുമാറിനോടൊപ്പം ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന N വിജയകുമാർ എൻ്റെ ഏറ്റവും വലിയൊരു സുഹൃത്താണ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു, ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാണ്. അദ്ദേഹത്തിന്റെ ജീവിതവും ദാമ്പത്യവും ഒക്കെ നോക്കുമ്പോൾ അദ്ദേഹം ഒന്നും കൊണ്ടുപോയതായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് പോലീസും SITയും ഒക്കെ കണ്ടുപിടിക്കട്ടെ. പക്ഷെ അദ്ദേഹം ഇപ്പൊ ജയിലിലാണ്. ഞങ്ങള് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞങ്ങളുടെ വ്യക്തിപരമായ എന്റെ ബന്ധു എന്നുള്ള നിലയ്ക്ക്, സുഹൃത്ത് എന്നുള്ള നിലയ്ക്കുമാണ്. പക്ഷെ അദ്ദേഹം ഒന്നും കൊണ്ടുപോയിട്ട് ഇവിടെ കണ്ടുപിടിക്കാൻ ഒന്നും കഴിഞ്ഞില്ല. പക്ഷെ അന്ന് മെമ്പറായിരുന്നതുകൊണ്ട് അദ്ദേഹം പ്രതിയേർക്കപ്പെട്ടിരിക്കുന്നു.
മോഹനൻ പറയുന്നത് സത്യമാണെങ്കിൽ ശബരിമലയിൽ തൊട്ടവർക്ക് കൈപൊള്ളും. അന്ന് മല കയറാൻ പോയ സ്ത്രീകൾ വിശ്വാസികളൊന്നും അല്ലായിരുന്നല്ലോ, വിശ്വാസത്തെ വെല്ലുവിളിച്ചു പോയവരാണ്. വ്രതമെടുത്ത് മല കയറണം എന്നുള്ളതാണ് അവിടുത്തെ വിശ്വാസം. എന്നാൽ അതുപോലും പാലിക്കാതെ വെറുതെ ഷോ കാണിക്കാൻ ചെന്ന് കയറുമ്പോൾ വിശ്വാസത്തിന്റെ ഒരു കണിക പോലും അവരിൽ ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ ശബരിമലയിൽ കയറിയാൽ എന്ത് സംഭവിക്കുമെന്നൊന്ന് കാണണം എന്ന് വെല്ലുവിളിച്ചു പോയ കൂട്ടരാണ് അവരൊക്കെയും. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടതാണ് ബിന്ദു അമ്മിണിയും രഹന ഫാത്തിമയും അതുപോലെ തന്നെ കനകദുർഗയും ഒക്കെ സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുന്നത്. അന്ന് അവരെ മല കയറ്റാൻ മുന്നിൽ നിന്ന കൂട്ടരൊക്കെ പിന്നീട് അവരെ തള്ളിപ്പറയുന്നതും നമ്മൾ കണ്ടതാണ്. ഈ മഞ്ജുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ എന്തുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളാണ് ഉയരുന്നത്. ചില വിശ്വാസങ്ങളുണ്ടല്ലോ, പലപ്പോഴും പലരും പറയാറുണ്ട് എന്തിനാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നത് എന്നൊക്കെ. ശബരിമല എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എത്രയോ ആൾക്കാരാണ് അവിടേക്ക് വരുന്നത്. ലോകത്തിൻ്റെ പല കോണിൽ നിന്നാണ് ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അയ്യപ്പൻ എന്നൊരു ചൈതന്യത്തിൽ എല്ലാവരും വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ചില വിശ്വാസങ്ങൾ അതുപോലെ തന്നെ നിലനിന്ന് പോകുന്നതല്ലേ അതിൻ്റെ ഭംഗി എന്ന് ചോദിച്ചു പോകുകയാണ്. കാരണം സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ചോദ്യം കാലാകാലങ്ങളായി പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ സ്ത്രീകളെ മാറ്റി നിർത്തുന്നു. സ്ത്രീകൾക്ക് എന്താ മലയിൽ കയറിക്കൂടെ? സ്ത്രീകൾ മല കയറിയാൽ അയ്യപ്പൻ്റെ വ്രതം അങ്ങ് തെറ്റിപ്പോകുമോ? തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ആ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും ചോദിക്കാറുള്ളതാണ്. അതിനൊന്നും ഉത്തരം പറയാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആധികാരികമായി പറയേണ്ട ആളൊന്നുമല്ല ഞാൻ. എങ്കിലും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ്, ആ വിശ്വാസം അതേപോലെ നിലനിന്ന് പോകുന്നത് തന്നെയല്ലേ അതിൻ്റെ ഒരു ഭംഗി. ശബരിമലയിൽ സ്ത്രീകൾ കയറിക്കൂടാ എന്നുള്ള ആ വിശ്വാസം പൊളിച്ചെഴുതപ്പെടേണ്ടതാണ് എന്ന് പലരും പലതവണ പല ആവർത്തി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. റിപ്പീറ്റാണേ. സതി ഒരാചാരമായിരുന്നില്ലേ? അത് പൊളിച്ചെഴുതിയില്ലേ? അതിലൂടെയല്ലേ സ്ത്രീകൾക്ക് വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞത്? അല്ലെങ്കിൽ ഇന്നും ഭർത്താവിന്റെ ചിതയിൽ അവർ ഒടുങ്ങുമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. താഴ്ന്ന ജാതിക്കാർ അമ്പലത്തിൽ കയറിക്കൂടാ എന്നുള്ളതും ഒരു വിശ്വാസമായിരുന്നു. അതൊക്കെ പൊളിച്ചെഴുതിയില്ലേ? അതുപോലെ ശബരിമലയിലെ ഈ അനാചാരവും പൊളിച്ചെഴുതപ്പെടേണ്ടതാണ് എന്ന് ഈ പറയുന്ന സാംസ്കാരിക നായകരൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിനെയും ഇതിനെയും തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. വിശ്വാസം മുറുകെ പിടിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ മനസ്സിനെ എന്തിന് നമ്മൾ മുറിവേൽപ്പിക്കുന്നു? അവർക്കും ഉള്ളിലുള്ളത് വിശ്വാസമല്ലേ? ആ വിശ്വാസം ചിലതൊക്കെ അതേപോലെ തന്നെ നിലനിൽക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗിയെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. എനിക്ക് പോലും ശബരിമലയിൽ പലതവണ പോകണമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അയ്യപ്പനെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് അങ്ങനെ തോന്നാറുള്ളത്. പക്ഷേ അപ്പോഴും തോന്നുന്ന ഒരു കാര്യമുണ്ട്, അതവിടുത്തെ വിശ്വാസമല്ലേ, അതതുപോലെ തന്നെ നിലനിൽക്കുന്നതല്ലേ നല്ലത് എന്നുള്ളത്. സ്ത്രീകളെ അവിടെ വിലക്കുന്നതല്ല. അതിന് ചില കാരണങ്ങൾ, ഈ പറയുന്ന വിശ്വാസപരമായിട്ടുള്ള ചില കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ എല്ലാവരും പറയുന്നത്. എന്നാൽ ചോദിക്കും, അവിടെ ശബരിമലയിൽ സ്ത്രീകൾ കയറിയിട്ടേ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യവുമുണ്ട്. എന്നാൽ ശബരിമലയിൽ സ്ത്രീകൾ കയറിയതിൻ്റെ ഒരുപാട് തെളിവുകൾ ശബരിമലയിൽ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു വിശ്വാസവുമായി ഇഴുകിച്ചേർന്ന് പോകുന്ന വലിയൊരു കൂട്ടം ഭക്തരുണ്ട്. അവരുടെ ഉള്ളിൽ ആ വിശ്വാസം അതേപോലെ കെടാതെ നിൽക്കണം എന്നുള്ളതാണ്. അതിനെ കളങ്കപ്പെടുത്താൻ ആരൊക്കെ മുൻപിലേക്ക് വന്നാലും അവർക്കൊക്കെ ഇതുപോലെയുള്ള തിരിച്ചടികൾ കിട്ടും എന്നാണ് ഓരോ വിശ്വാസിയും വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.